ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഏയ് മിസ്റ്റർ, അവിടെ നിക്ക്. മോളെ, മമ്മി എന്താ ഈ കാണിക്കുന്നേ? അയാളുടെ പാട്ടിന് പോട്ടെ. മമ്മി, അയാള് ശാപങ്ങൾ ശ്രീനിവാസന് പുതിയതല്ലേ. മുന്നേ തന്നെ എന്നെ ശപിച്ചിട്ടുണ്ടല്ലോ താൻ. നമ്മളൊന്നിച്ച് ഈ ക്ഷേത്രത്തിൽ വന്നതൊക്കെ ഓർമ്മയുണ്ടോ തനിക്ക്? ഓർമ്മയുണ്ട്. അന്ന് ഞാനതൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ചിരുന്നു. പക്ഷെ അപ്പ എനിക്ക് അറിയില്ലായിരുന്നല്ലോ, പുറകിൽ നിന്നിരുന്ന ഒരുത്തിയോടായിരുന്നു നിങ്ങൾക്ക്. ഈ ക്ഷേത്രവും ഇവിടുത്തെ നാഗദൈവങ്ങളും ഒക്കെ എന്നെക്കാട്ടും പ്രിയപ്പെട്ടത് അവക്കായിരുന്നല്ലോ. അവളെയും കൊണ്ടുള്ള എഴുന്നള്ളത്തായിരുന്നു നിങ്ങൾക്ക്. ഞാൻ വെറൊരു കാവൽക്കാരി. എങ്ങനെയാണ് മനുഷ്യ നിങ്ങക്ക് വീണ്ടും വീണ്ടും എന്റെ മുന്നിൽ അറപ്പില്ലാതെ ഇങ്ങനെ വന്ന് നിൽക്കാൻ തോന്നുന്നത്? എങ്ങനെ നിങ്ങക്ക് വേറെ പുറകെ പോകാൻ തോന്നിയത്? ഈ അസംബന്ധം ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. വിവാഹ ജീവിതത്തിന്റെ പവിത്രതയെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ടല്ലോ നീ. നിന്റെ ജീവിതം പുണ്യമാണോ? ജയിലിൽ നിന്ന് ഇറങ്ങി ആദ്യത്തെ പരവളിന് പുറത്തിറങ്ങി ഞാൻ വന്നത് നിന്റെ അടുത്തേക്കാ. അത് നിന്റെ അടുത്തൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോ നീ പറഞ്ഞത് ഒരു മനോഷമില്ലാതെ നീ പറഞ്ഞു ഒരു പുതിയ ഭർത്താവുണ്ടെന്നും അതിലുണ്ടായ കുഞ്ഞാണതെന്നും അല്ലേ? ഞാൻ ജയിലിലേക്ക് പോയി 1 മാസം കഴിയുന്നതിന് മുമ്പേ വേറൊരുത്തനെ തേടിപ്പോയാൽ നീയാണോ എനിക്ക് സദാചാരത്തിന്റെ ക്ലാസ് എടുക്കുന്നത്? എന്നോട് നിങ്ങൾ ചെയ്തതിന് ഞാൻ പകരം വീട്ടി. ആ പകരം വീട്ടിൽ നിന്നാ സിത്താര എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടായത്. അയൺ ലേഡി എന്ന് നാട്ടുകാർ വിളിക്കുന്നത് വരെയുള്ള വളർച്ച ഉണ്ടായത്. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അഭിമാനത്തോടെയാ, അതിനും അപ്പുറത്തുള്ള ഒരു അഹങ്കാരത്തോടെയാ. തന്നെ പോലൊരു നാട്ടുപ്രമാണി ചതിച്ചിട്ടും തോക്കാൻ മനസ്സില്ലെന്ന് പറഞ്ഞ തലയുയർത്തി പിടിച്ചതിന്റെ അഹങ്കാരം. ദാറ്റ്സ് ഹൂ ഐ ആം, സിത്താര ശ്രീനിവാസ്. മമ്മി ആരോട് ദേഷ്യപ്പെടുന്നുണ്ടല്ലോ? ജയിലഴികൾക്ക് കിടക്കുമ്പോ നീ വിശ്വസിച്ചാലും ശരി അല്ലെങ്കിൽ ശരി, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിന്നെ രക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. വാ നോക്കാം. മമ്മി, മമ്മി ആരോടാ ദേഷ്യപ്പെട്ടെ? എന്ത് ചെയ്യാനാ മോളെ? ഛേ, എവിടെ ചെന്നാലും ഇങ്ങനെ ഉണ്ടാവും ചില ധിക്കാരമുള്ളവര്. അവര് കാറ് കൊണ്ടിട്ടപ്പോ നമ്മുടെ കാറിലൊരു സ്ക്രാച്ചായി. അത് ചോദിച്ചപ്പം ഒരുമാതിരി ധിക്കാരം. നമ്മുടെ കാറിന് വല്ല പ്രശ്നമുണ്ടോ? എന്നാ പിന്നെ അയാൾ അങ്ങനെ വിടാൻ പാടുണ്ടോ? ഞാൻ ചോദിക്കാം മമ്മി. മോളെ, മോളെ വേണ്ട, നിക്ക്. മോളെ, ഗാഥ നിക്കണല്ലേ പറഞ്ഞേ? ഏയ് മിസ്റ്റർ, അവിടെ നിക്ക്. മോളെ, മമ്മി എന്താ ഈ കാണിക്കുന്നേ? അയാളുടെ പാട്ടിന് പോട്ടെ. മമ്മി, അയാള് പറയുന്നൊന്ന് കേക്ക് മോളെ. മനസ്സൽപ്പം ശാന്തായെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് പിന്നെ എന്തിനാ? മമ്മിയോട് ഒരാൾ ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞാ ഞാൻ വെറുതെ ഇരിക്കണോ? എനിക്കൊരു കുഴപ്പമില്ല, അയാളോട് ഞാനാ ദേഷ്യപ്പെട്ടത്. നമുക്ക് എത്രയും പെട്ടെന്ന് പോവാം. വന്നേ സിനി, നടക്ക. അല്ല, ലോട്ടറി കടയുടെ ഉദ്ഘാടനം നീ ആരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നേ? അത് പ്രത്യേകിച്ച് ആര് ചെയ്യാനാ? വിളക്ക് എത്തിക്കേണ്ട കാര്യമില്ലേ ഉള്ളൂ. അത് അമ്മ തന്നെ ചെയ്താ മതി. ഏയ്, അത് ഞാൻ ചെയ്താലൊന്നും ശരിയാവില്ല. അറിയപ്പെടുന്ന ഒരാള് തന്നെ വേണം. കൃഷ്ണേ, എന്നാലേ നമുക്ക് ഏതെങ്കിലും സിനിമ നടിയെ വിളിച്ചാലോ? അവരാരെങ്കിലും വരികയാണെങ്കിലേ ഇഷ്ടം പോലെ ആള് കൂടും. വരുന്നവർക്ക് 1-2 ടിക്കറ്റ് വെച്ച് വിറ്റാ തന്നെ ഉദ്ഘാടന ദിവസം പൊടി പൊടിക്കാം. പൊടി പൊടിക്കും. ഈ വരുന്ന നടിക്ക് എത്ര ലക്ഷം കൊടുക്കണം? അത് എവിടുന്ന് ഉണ്ടാക്കും? അത് ശരിയാ, അവരെ കൊണ്ടുവരണെങ്കിലേ നല്ല കാശ് കൊടുക്കണം. അതെ, ഒരു കാശും കൊടുക്കാതെ കട ഉദ്ഘാടനം ചെയ്യാൻ നല്ലൊരാളെ ഞാൻ പറഞ്ഞുതരാം. അതാരാ?
ഈ നാട്ടിൽ വന്ന് നീ ലോട്ടറി കച്ചവടം തുടങ്ങിയപ്പോ ആദ്യത്തെ ടിക്കറ്റ് നീ ആർക്കാ കൊടുത്തത്? ഓ, അനിയ സാറിന്. ആ ടിക്കറ്റിന് സമ്മാനം അടിച്ചില്ലേ? അവിടെ തൊട്ടല്ലേ നീ ഈ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ആയത്? അപ്പൊ പിന്നെ ഈ ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും യോഗ്യനായ ആള് നീ ദൈവത്തെ പോലെ കാണുന്ന അനിയൻ സാർ തന്നെയേ. സാറിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം. കൃഷ്ണേ, അത് അമ്മ പറഞ്ഞതേ കാര്യ. അത് മാത്രമല്ല, സാർ ഇത്രയും കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്തു തരുന്നതല്ലേ. അതെ, നീ ഇപ്പൊ തന്നെ സാറിനെ വിളിച്ചു പറ. മോളെ, ആ സാറേ, ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. കടയുടെ കാര്യ. കടയുടെ കാര്യത്തില് എന്താ പ്രശ്നം? എല്ലാം ഓക്കെ അല്ലേ? നാളെ രാവിലെ മോള് ചെന്നങ്ങ് തുറന്നാ മതി. അത് ശരിയാ സാർ. പക്ഷേ നാളെ വിളക്ക് കത്തിച്ച് സാറായിരിക്കണം കട ഉദ്ഘാടനം ചെയ്യേണ്ട. ഏയ്, അതിന് യോജിച്ച ആള് ഞാനല്ല മോളെ. സാർ, നിന്റെ കുഞ്ഞുനാള് മുതല് ആരും ഒരു സഹായത്തിനും ഇല്ലായിരുന്ന നേരത്ത് പോലും നിന്നെ ചേർത്ത് പിടിച്ച് പൊതിഞ്ഞുകൊണ്ട് നടന്നിരുന്ന നിന്റെ അമ്മയില്ലേ? ആ അമ്മയെക്കാളും യോഗ്യതയുള്ള ഒരാള് ഈ ഭൂമുഖത്തില്ല. മോളുടെ അമ്മ തന്നെയാണ് അത് ഉദ്ഘാടനം ചെയ്യേണ്ടത്. അമ്മയുടെ ആഗ്രഹവും സാറ് തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്നോ? അമ്മയെക്കാളും വലിയൊരു ദൈവം ഇല്ല മോളെ. അമ്മ നിനക്ക് വേണ്ടി ആ ചടങ്ങ് നിർവഹിക്കുമ്പോ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത് തന്നെയാണ് നടക്കുന്നത്. പിന്നെ എന്റെ കാര്യം, എല്ലാത്തിന്റെയും കാര്യക്കാരനായിട്ട് ഞാൻ അവിടെയൊക്കെ തന്നെ ഉണ്ടാവും. അമ്മയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഉദ്ഘാടനത്തിന് വരുമ്പോ എന്താണെങ്കിലും കാണാന്ന് അമ്മയോട് പറഞ്ഞേക്കെ. സാർ, മാറ്റി ചിന്തിക്കണ്ട. അനിയൻ സാറേ, എന്താ തിരുമനി? പ്രസിഡന്റ് ഒന്ന് കാണണമെന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് ഓഫീസിലേക്ക് പോവാം. ആ, മോളെ, ആ ക്ഷേത്ര പ്രസിഡന്റ് എന്നോട് അത്യാവശ്യമായിട്ട് എന്തോ സംസാരിക്കാനുണ്ടെന്നാ. അത് കഴിഞ്ഞിട്ട് ഞാൻ മോളെ അങ്ങോട്ട് വിളിക്കാം. മോൾ അമ്മയോടൊന്ന് പറഞ്ഞേക്കെ. ശരി. ആ, തിരുമനി വരൂ. ഇനിയിപ്പോ അമ്മ എന്താ പറയാ? ഞാനെന്താ പറയാ? പറയുന്ന വാക്കുകൾ കേട്ടാൽ അറിയാം ആ മനുഷ്യന്റെ ഉള്ളിലെ നന്മ. ദൈവം അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ. അമ്മ കട ഉദ്ഘാടനം ചെയ്യുന്നു, പിന്നെ കാര്യങ്ങളുടെ എല്ലാം ചുമതല അനിയൻ സാറിനും അല്ലേ കൃഷ്ണേ? ഇനി അങ്ങനെ മതി. ആ. മാം, പോയത് പേടിക്കേണ്ട ഒരു കാര്യത്തിനാണെങ്കിലും അവിടെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ലല്ലോ. എന്നിട്ടെന്താ തിരിച്ചു വന്നപ്പോ മാം വല്ലാതിരിക്കുന്നെ? ആര് പറഞ്ഞു ഒന്നും സംഭവിച്ചില്ലെന്ന്? ഈ ലോകത്ത് ഞാൻ കാണാൻ ആഗ്രഹിക്കാത്തത് ആരെയാണോ അയാൾ അവിടെ ഉണ്ടായിരുന്നു. ശ്രീനിവാസ്. മാം